നമ്മുടെ അബിൻ സാറ് നമ്മുടെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. കണക്കിനെ കണക്കാക്കി പറഞ്ഞു കൊടുക്കുന്ന അബിൻ സാർ, എങ്ങനെയാണ് 10th പ്ലസ് 2 തലത്തിൽ കുട്ടികൾ കണക്കിനെ സമീപിക്കേണ്ടത്? ഓക്കെ, കണക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് അല്ലെ. പക്ഷെ ആ ഒരു പേടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ അതിനോടുള്ള ഒരു അപ്രോച്ചിന്റെ പ്രശ്നമായിരിക്കാം. ഇവരെങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പൊതുവെ മാത്സിനെ ബൈഹാർട്ട് പഠിക്കുക എന്നൊരു ട്രെൻഡ് പൊതുവെ PSC ക്ലാസ്സുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി ഇവിടത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലേക്ക് പോകുമ്പോഴേക്ക് ഈ ഒരു കാര്യങ്ങൾ മറന്നു പോകും. വീണ്ടും ടൈപ്പ് 1 ഏതാ, ടൈപ്പ് 2 ഏതാ, ടൈപ്പ് 3 ഏതാന്നൊക്കെ ചിന്തിച്ചു പോകും. ഇനി ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പാണെന്ന് എക്സാം ഹാളിൽ ഇരുന്ന് തെരഞ്ഞു നോക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പൊ നാളെ നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രൊമോഷൻ ലെവലിലേക്കുള്ള ഒരു എക്സാമിലേക്ക് പോകുന്ന സമയത്ത് മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള എക്സാം നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ ബോർഡിന്റെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. ഈ താഴെ തന്നിരിക്കുന്നവര് ഇരട്ട സംഖ്യ ഏതാണ് എന്ന് പറഞ്ഞിട്ട് 15 ഘാതം 5, 15 ഘാതം 5 + 5, 15 ഘാതം 5 + ഒരു 5 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പൊതുവെ PSC കണ്ടുവരാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് എളുപ്പം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു 2 ഇരട്ട സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇരട്ട സംഖ്യ കിട്ടും, അതുപോലെ 2 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യ കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ ടൈപ്പ് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കൃത്യമായി കൺസെപ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്യുവർലി കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ആണ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആഡ് ഓൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നു ട്രിക്സിലോട്ടാണ് കൂടുതൽ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുകയാണെങ്കിലും ട്രിക്സ് അത്യാവശ്യമാണ്. ഓക്കെ, കാരണം സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ട്രിക്സ് പഠിക്കണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം ട്രിക്സിലേക്ക് പോകാം. പ്രത്യേകിച്ച് എക്സാമിന്റെ ഒക്കെ ഒരു സെറ്റിംഗില് ആ ഒരു ഗൗരവമായിട്ട് പരീക്ഷ സമീപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിക്ക് ഏതെങ്കിലും ഒന്ന് മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് എന്നുള്ള രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം നിർബന്ധമില്ല. അപ്പോ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാവും. ശരി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം.